സ്റ്റുവേർട്ട് നമുക്ക് ലൈബ്രറിയിലേക്ക് പോവാം. എന്താ നീ ലൈബ്രറിയിലേക്ക് പോകണോ? ഞാനും വരുന്നു. മഴ തീരുന്നവരെ എന്തെങ്കിലുമൊക്കെ വായിക്കാം. ഞാനും പോകുന്നു. ഒരുപാട് സ്നാക്സ് കഴിക്കാൻ പാടില്ല മോളെ, അതവിടെ വെച്ചേക്ക്. എനിക്ക് വേണ്ടി വയ്ക്കാൻ പറയുന്നത് പോലെയുണ്ട്. രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. ഇതൊന്നകത്താക്കിയാൽ എങ്ങനെ ഉണ്ടാവും? സുഖം തന്നെ അളിയാ. ഓ, അറപ്പിച്ചവൻ. പുറത്ത് ഭയങ്കര മഴയുടെ, അകത്തോട്ട് ഞാനൊന്ന് വന്നോട്ടെ. ശരി ശരി, വാ. ഇവിടെ ആരും ഇല്ല. വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ആണല്ലോ നിന്റെ വരവ്. നീ അതിന്റെ മോളിൽ കയറിയിരിക്കുന്ന എന്തിന്? ഞാൻ ഉന്നം പിടിക്കുകയായിരുന്നു. നല്ല ഉന്നം. ഉന്നം ശകലം തെറ്റിപ്പോയി. പക്ഷേ ക്രാഷ് ലാൻഡിംഗ് ആയിപ്പോയാ. ഇപ്പൊ കാണിച്ചത് സർക്കസിലായിരുന്നു. ഈ 10 കാശെങ്കിലും കിട്ടുമായിരുന്നു. അതെ അതെ, കളിയാക്കാൻ മാത്രമല്ലേ നിനക്കറിയൂ. നീ എപ്പം നന്നാവാൻ പോണോ? എന്തു പറ്റിയാ നിന്റെ കൈക്ക്? ഒന്നുമില്ല, എന്റെ കാലിന് കൈ വ്യായാമം ചെയ്തപ്പോ തുള്ളിമാനെ പോലെ തുള്ളി തുള്ളി നടന്നതല്ലേ എന്റെ അളിയൻ. ഇനി എന്തൊരു യോളിയാ? അപ്പൊ ഇനി എനിക്ക് ഓടാനും ചാടാനും ഒന്നും പറ്റൂലെന്നാണോ നീ പറയുന്നത്? സാരമില്ല, ഓടിച്ചാടി കളിച്ചോണ്ടിരുന്ന ആഹാരം കഴിക്കുന്നത് എങ്ങനെ? മഴക്കാലമാണ് നമുക്ക് ബുക്സ് വായിക്കാനായിട്ട് ഏറ്റവും പറ്റിയ ദിവസം. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഈ ബുക്ക് എടുക്കണമെങ്കിൽ ഇത്തിരി പാടുപെടും. പിടിച്ചോ. ഇതുവരെ ലോക റെക്കോർഡ് നേടിയ എല്ലാവരും ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. സ്റ്റുവേർട്ട്, ഇത് കണ്ടോ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുഴുക്കളെ കഴിച്ചത് ഇയാളാ. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇതിനകത്തുണ്ട്. നോക്കൂ സ്റ്റുവേർട്ട്, ഒന്ന് നോക്ക്. അങ്ങനെയാണെങ്കിൽ സ്നോബലിന്റെ പടവും വരണമല്ലോ ഈ ബുക്കില്. ഓ, ഗിന്നസ് ബുക്കിലുണ്ട് ഇദ്ദേഹത്തിന്റെ പടം. ഈ ഫോട്ടോ കണ്ടോ? സ്കേറ്റ് ചെയ്യുന്നതിനോടൊപ്പം വയലിന് വായിച്ച് റെക്കോർഡിട്ട ആളാ. സ്റ്റുവേർട്ട്, ഞാൻ ചിന്തിക്കുന്നത് തന്നെയാണല്ലോ നീയും ചിന്തിക്കുന്നത്. ഇതാ ജോർജ് ഒരു വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതോടെ എന്റെ പേരിനും ഈ ലോക റെക്കോർഡ് ബുക്കിൽ ഒരു സ്ഥാനം കിട്ടും. ഇത് ശരിക്കും നല്ലൊരു ഐഡിയ ആണ് ബോയ്സ്. നിങ്ങളെ ഓർത്ത് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് മക്കളെ. എങ്ങനെയാണ് റെക്കോർഡ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ലോകത്തിൽ ആദ്യമായി കൂടുതൽ സമയം പിങ് പോങ് കളിച്ച് റെക്കോർഡിടാൻ പോവുകയാണ്. റെഡിയാണോ? ഇത് പൊക്കണമെങ്കിൽ 2 പേര് വേണം. ഞാൻ തുടർച്ചയായിട്ട് 8 പ്രാവശ്യം അടിച്ചു അല്ലേ ജോർജെ? നിങ്ങൾക്ക് ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തുടർന്ന് 9000 തവണയെങ്കിലും കളിക്കേണ്ടതായി വരും. അതിനൊക്കെ കുറെ സമയം എടുക്കുമല്ലേ? നടക്കുന്ന കാര്യമാണോ ഇതെല്ലാം? ഓക്കെ, ഫാൻ ഒന്ന് ഓൺ ചെയ്യോ ജോർജെ? ഒരു മിനിറ്റ്, ഇപ്പൊ ഒരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, താങ്ക്സ്. ഇനി എന്താ നടക്കുന്നതെന്ന് നോക്കിക്കോ. കൊള്ളാലോ ജോർജെ? നന്നായിരിക്കുന്നല്ലേ? നന്നായിരിക്കുന്നു. ഓടിച്ചാടി കളിച്ചോണ്ടിരുന്ന എന്റെ ഗതി ഇങ്ങനെ ആവുമെന്ന് എന്തോന്നാ ഇതൊക്കെ? ആരാ ഇക്കിടന്ന് ചിരിക്കുന്നത്? ഓ വാസ്നോബലെ, നീ വന്ന് കണ്ടോ? ഒരു റൂമിനകത്ത് ഏറ്റവും കൂടുതൽ ബബിൾസ് നിറച്ച് ഞങ്ങൾ റെക്കോർഡ് ഉണ്ടാക്കാൻ പോവാ. ഇങ്ങനെ ഒരു കാര്യം ആരും ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ സ്നോബൽ? നിനക്ക് എന്ത് തോന്നുന്നു? ഇതെന്തോ അത്ര വലിയ കാര്യമാണോ? എനിക്കിതൊക്കെ വെറും ഷൂ. ഞാൻ ചെന്നെന്റെ ആഹാരം കഴിക്കട്ടെ. അതിനു മുമ്പ് എന്റെ കൈ. ഇത് കറക്റ്റ് ആയിരിക്കും തോന്നുന്നു ജോർജെ. എന്റെ അവസ്ഥ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഹായ് സ്നോബൽ, നീ എന്തിനാ ഇങ്ങനെ മുടത്തി നടക്കുന്നത്? എല്ലാം ഒരു നേർച്ചയാണ്. കാറ്റ് വാക്ക് എന്ന് കേട്ടിട്ടില്ലേ? ഓ, നിന്റെ കാലിന് അടി കിട്ടിയല്ലേ? ഞാൻ വേണേ അമ്മയുടെ അടുത്ത് പറഞ്ഞ് നിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാം. അയ്യോ, അത് വേണ്ട. ആശുപത്രി പോയാൽ ഇഞ്ചക്ട് ചെയ്ത് എന്റെ ബ്ലഡ് എടുത്ത് ബ്ലാക്കിന് വിറ്റ് കളയും. ഇത് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ്